എന്നാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ പബ്ലിക് എക്സാം വരെ ഇങ്ങനെ പോകുന്ന, അതായത് ചോരുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഇതാ വീണ്ടും പോലീസ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് വീണ്ടും കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതാ പ്രവർത്തകർ മറുപുറത്തേക്ക് കടക്കാനുള്ള ബാരിക്കേഡ് മറിച്ചു കടക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഏതായാലും വലിയൊരു പ്രതിഷേധം തന്നെ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ ഓഫീസിന് മുന്നിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. വനിതാ പോലീസ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രവർത്തകർ തർക്കിക്കുന്നത്. സുനിഷ, ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടയിലും കഴിഞ്ഞ ദിവസത്തെ കെമിസ്ട്രി ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണവുമായി KSU രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നതല്ലേ? പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ വാഹനത്തിലേക്ക് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. നിഷ, അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു പോലീസ്. പറയാൻ കാരണം പ്രവർത്തകർ നേരത്തെ തന്നെ കണ്ടതാണ്. പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ പ്രതിഷേധിക്കുന്നത്, പിന്നാലെ തന്നെ 5 പ്രാവശ്യത്തോളം ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രവർത്തകർ അപ്പുറത്തേക്ക് കടക്കാനായി ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് മാറ്റുന്ന കാഴ്ചയാണ് അല്പസമയം മുമ്പ് കണ്ടത്. ഏതായാലും നിലവിൽ പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാനുള്ള നീക്കം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നതാണ്. ഇതാ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഈ ബാരിക്കേഡിന് മുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നതാണ് കാണുന്നത്. പ്രയോഗിക്കാനായി ഒരുങ്ങുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ തുടക്കം മുതൽ തന്നെ SSLCയുടെയും +1ന്റെയും ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെ തന്നെ കേസ് വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പിന്നാലെ തന്നെ അന്വേഷണ സമിതിയെ നിയോഗിച്ചെങ്കിൽ പോലും അടുത്ത തവണ കഴിഞ്ഞ സമയം SSLCയുടെ കെമിസ്ട്രി എക്സാം പോലും വീണ്ടും ചോരുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അതിന് വഴിയൊരുക്കുന്നത് സർക്കാർ നടപടിയെടുക്കാത്തത് എന്നതാണ് ഗുരുതരമായി KSU ഉന്നയിക്കുന്ന ആരോപണം. ഒപ്പം തന്നെ ഇത്തരം ട്യൂഷൻ സെന്ററുകളെ എന്തിനും ഭയക്കുന്നു എന്നൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അത്തരത്തിൽ